വാർത്തകൾ വിശദമായി. പഞ്ചാബിലും ഗോവയിലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇരു സംസ്ഥാനങ്ങളിലും പോളിംഗ് മന്ദഗതിയിലാണ്. ആദ്യ 4 മണിക്കൂറിൽ പഞ്ചാബിൽ 20%, ഗോവയിൽ 22% പോളിംഗ് രേഖപ്പെടുത്തി. വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, ഉച്ചവരെയുള്ള സമയമെടുക്കുമ്പോൾ എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. ഒരു മന്ദഗതിയിലുള്ള പോളിംഗ് ആണ് ഇരു സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നടക്കുന്നത്. പഞ്ചാബിൽ രാവിലെ 8 മണിക്കും ഗോവയിൽ രാവിലെ 7 മണിക്കുമാണ് പോളിംഗ് ആരംഭിച്ചത്. വൈകിട്ട് 5 മണി വരെയാണ് പോളിംഗ് ഉള്ളത്. പഞ്ചാബിൽ 117 സീറ്റുകളിലായി 1147 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. 2 കോടിയോളം ആളുകളാണ് ഇത്തവണ വോട്ട് ചെയ്യാനായി പഞ്ചാബിലെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ത്രികോണ മത്സരം ചരിത്രത്തിൽ എങ്ങും ഉണ്ടായിട്ടില്ലാത്തതുപോലൊരു ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ പഞ്ചാബിൽ നടക്കുന്നത്. 10 വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന BJP അകാലിദൾ സഖ്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തി കോൺഗ്രസ് ആം ആദ്മി സഖ്യം ശക്തമായ മുന്നേറ്റങ്ങളുമായി അവസാനഘട്ട പ്രചരണങ്ങളിലും രംഗത്തുണ്ടായിരുന്നു. ഇതിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നത് മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലും അതോടൊപ്പം ക്യാപ്റ്റൻ അമരീന്ദർ സിംഗും മത്സരിക്കുന്ന ലാംബിയ മണ്ഡലത്തിൽ നിന്നാണ്. ഇത്തവണ ഇവിടുത്തെ പോളിംഗ് ശതമാനം ഈ 3 മണിക്കൂറിൽ ഇക്കഴിഞ്ഞ 3 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ മന്ദഗതിയിലാണ്. കഴിഞ്ഞ തവണ 40% പോളിംഗ് 3 മണിക്കൂറിൽ രേഖപ്പെടുത്തിയെങ്കിൽ ഇത്തവണ അത് 22%-ആയാണ് ലാംബിയ മണ്ഡലത്തിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ഉപമുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബാദലും ആം ആദ്മിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോലും വിശേഷിപ്പിക്കുന്ന ഭഗവത് മാനും തമ്മിൽ മത്സരിക്കുന്ന ജലാലാബാദ് മണ്ഡലത്തിലും കനത്ത പോളിംഗ് ആണ് നടക്കുന്നത്. ഇത്തവണ 30%-അടുത്ത് പോളിംഗ് ഈ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം BJPക്ക് സ്വാധീനം, അത് പ്രത്യേകിച്ച് ഈ അകാലിദൾ സഖ്യത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെല്ലാം നേരിയ തോതിലുള്ള ഒരു പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നവജോത് സിംഗ് സിദ്ധു മത്സരിക്കുന്ന അമൃത്സർ ഈസ്റ്റിൽ 30%-അടുത്ത് പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. മാൽവ മേഖല ആം ആദ്മിക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ഗ്രാമീണ മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ആം ആദ്മിക്ക് ഗുണകരമാകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്താനാകുന്നത്. ആം ആദ്മിക്കും കോൺഗ്രസിനുമാണ് അവസാനഘട്ട സർവേ ഫലങ്ങൾ മുൻതൂക്കം കൽപ്പിക്കപ്പെട്ടിരുന്നത്. ഇത്തരമൊരു പോളിംഗ് ശതമാനവുമാണ് ഇപ്പോൾ നമ്മൾക്ക് വിലയിരുത്താനാകുന്നത്. അതേസമയം ഗോവയിൽ 40 സീറ്റുകളിലേക്കാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. 250 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. ചതുഷ്കോണ മത്സരമാണ് ഗോവയിൽ പുരോഗമിക്കുന്നത്. BJPക്കും കോൺഗ്രസിനും ആം ആദ്മിക്കും പുറമെ MGP, ശിവസേന, അതോടൊപ്പം ഗോമന്തക് പാർട്ടി എന്നിവർ ചേർന്ന കക്ഷിയും മത്സരരംഗത്തുണ്ട്. ഇവരും വലിയ തോതിൽ RSS വോട്ടുകളിൽ ഒരു ഭിന്നിപ്പ് BJPക്കും ഈ സഖ്യത്തിനുമിടയിൽ ഉണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ചതുഷ്കോണ മത്സരം ഗോവയിൽ പുരോഗമിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേന്ദ്രമന്ത്രി തന്നെ എത്തിയേക്കും എന്നൊരു സൂചനകളും ഇപ്പോൾ രംഗത്തുണ്ട്. പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ അല്പസമയം മുമ്പ് മാധ്യമങ്ങൾ മുമ്പാകെ പറഞ്ഞത് ദില്ലിയിലെ ഭക്ഷണത്തെക്കാൾ തനിക്ക് പ്രിയം ഗോവയിലെ ഗുലാബുകളും മറ്റുമാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇത് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേന്ദ്രമന്ത്രി മനോഹർ പരീക്കർ തന്നെ എത്തിയേക്കുമെന്ന സൂചനകൾ ശക്തമാക്കുന്നതാണ്. കഴിഞ്ഞ തവണ 79% പോളിംഗ് ആണ് പഞ്ചാബിൽ രേഖപ്പെടുത്തിയത്. ഇത്തവണ അത് 85%-അടുത്ത് എത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നതെങ്കിലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു 70%-അടുത്ത് പോളിംഗ് എത്താനുള്ള സാധ്യതയേ ഉള്ളൂ. സോമി, മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. അഴിമതി ആര് കാണിച്ചാലും സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുറമുഖ വകുപ്പിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് KM എബ്രഹാമിന്റെ റിപ്പോർട്ടിന്മേൽ നിയമോപദേശം തേടിയത് കൂടുതൽ വ്യക്തത വരുത്താനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജേക്കബ് തോമസിൽ സർക്കാരിന് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ പറഞ്ഞത് വിജിലൻസ് ഒരു കേസിൽ അന്വേഷണം പൂർത്തിയാക്കി. ആ അന്വേഷണം പൂർത്തിയാക്കിയത് സംബന്ധിച്ച് മറ്റൊരു ഏജൻസി സാധാരണ നിലക്ക് വിജിലൻസിൻ്റെ മേലെയല്ല ഇത്തരം കാര്യങ്ങളിൽ മറ്റേതൊരു ഏജൻസി. പിന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഏജൻസികൾ വരണം. നമ്മുടെ സംസ്ഥാനത്ത് വേറെ ഏജൻസി ഇല്ല എന്നാണ് നമ്മളൊരു പ്രാഥമിക ധാരണ. അപ്പോൾ വേറൊരു ഏജൻസി ഇത് സംബന്ധിച്ച് മറ്റൊരു നിലപാടെടുക്കുമ്പോൾ അതിൻ്റെ നിയമപരമായ വശം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എത്രത്തോളം അവർക്ക് പോകാം. അപ്പോൾ അത് ഫൈനാൻസ് ഇൻസ്പെക്ഷൻ വിങ്ങിന് തന്നെ എത്രത്തോളം പോകാം, എന്താണ് അവരുടെ സാധാരണ നിലക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് പൂർണ്ണ വിശ്വാസത്തിലാണിപ്പോൾ. ഒരു സംശയവും വേണ്ട. പൂർണ്ണ വിശ്വാസം തന്നെയാണ്. പൂർണ്ണ വിശ്വാസമുള്ള ഒരാൾ വിജിലൻസ് ഡയറക്ടർ അല്ലാതിരിക്കുമോ? വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരിക്കുമോ? സർക്കാരിന് പൂർണ്ണ വിശ്വാസം ഇല്ലാത്ത ഒരാൾ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരിക്കും. മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ലെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ്. നന്മയുള്ളവരുടെ നടുവിലാണ് താനെന്നും ജേക്കബ് തോമസ് പ്രതികരിച്ചു. CM എല്ലാം പറഞ്ഞല്ലോ, പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സംസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങളും പറയേണ്ട ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നന്മയുള്ളവരുടെ
നാടിൻ്റെ നടുവിൽ നിൽക്കുകയല്ലേ. മുഖ്യമന്ത്രിക്ക് ചീഫ് സെക്രട്ടറിയിലും ധനകാര്യ സെക്രട്ടറിയിലും വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്ന് രമേശ് ചെന്നിത്തല. ജേക്കബ് തോമസിൽ പൂർണ്ണ വിശ്വാസമെന്ന വാക്കുകൾ അതാണ് തെളിയിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗം അല്പസമയത്തിനകം നടക്കും. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും യോഗത്തിലേക്ക് എത്തുന്നുണ്ട്. ലോ അക്കാദമിയുടെ ഭൂമി വിഷയത്തിൽ റവന്യൂ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും രണ്ട് നിലപാടാണെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ലോ അക്കാദമി ഭൂമി പതിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇപ്പോൾ നടക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ സർക്കാരിന്റെ കാലത്തോ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തോ അല്ല ഭൂമി നൽകിയത്. അതുകൊണ്ട് വിഷയത്തിൽ സർക്കാർ ഇടപെടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരികെ വാർത്തയിലേക്ക്. ശശികല തമിഴ്നാട് മുഖ്യമന്ത്രിയായേക്കും. നാളെ ചേരുന്ന AIDMK യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. ഈ മാസം 7-നോ 8-നോ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം ഇന്ന് 3-ാം ദിനം. ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. നോട്ട് നിരോധനം സൃഷ്ടിച്ച കടുത്ത തൊഴിലില്ലായ്മയ്ക്ക് കേന്ദ്ര സർക്കാർ പരിഹാരം കാണണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. അവയവദാനത്തിന്റെ മഹത്തായ സന്ദേശവുമായി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനം ചരിത്രത്തിൽ ഇടം പിടിച്ചു. സമ്മേളനത്തിനായി കൊച്ചിയിലെത്തിയ 760 പ്രതിനിധികളാണ് അവയവദാന സമ്മതപത്രം ഒപ്പുവെച്ചത്. പോർച്ചുഗൽ, ഗ്രീസ്, ക്യൂബ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്കൊപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും എത്തിയ 760 പ്രതിനിധികളാണ് അവയവദാന സമ്മതപത്രം ഒപ്പുവെച്ചത്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അവോയ് മുഖർജിയിൽ നിന്ന് പത്മശ്രീ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം സമ്മതപത്രം ഏറ്റുവാങ്ങി. മാതൃകാപരമായ ഈ ദൗത്യത്തെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം അഭിനന്ദിച്ചു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് MP രാജേഷ് MP പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. To donate my organs upon my death for the treatment of others. അവയവദാനമെന്ന മഹത്തായ സന്ദേശം കൊണ്ടുകൂടി ഡിവൈഎഫ്ഐ 10ാമത് അഖിലേന്ത്യാ സമ്മേളനം ചരിത്രത്തിന്റെ ഭാഗമായി. സമീർ വഴങ്ങോട്, കൊച്ചി. സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത സെക്സി ദുർഗയ്ക്ക് 45ാമത് റോട്ടർഡാം രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള ഹിവോസ് ടൈഗർ പുരസ്കാരം. 29 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ ചിത്രം കൂടിയാണ് സെക്സി ദുർഗ. കണ്ണൂർ മുല്ലക്കുടിയിൽ വരൾച്ച കാരണം പാകമാകാറായ നെൽക്കതിരുകൾ കരിഞ്ഞുണങ്ങുകയാണ്. ഏക്കർ കണക്കിന് ഭൂമി പാട്ടമെടുത്തും ലോണെടുത്തുമെല്ലാം നെല്ലിൽ ഉപജീവനം കണ്ടെത്തുന്ന കർഷകരുടെ ഭാവിയെക്കുറിച്ച് ഭീതി പൂണ്ട മുഖങ്ങളാണ് മുല്ലക്കുടിയിൽ കാണാനാവുക.